വേണ്ടാത്ത കഥകൾ പറയാം. നമ്മുടെ ലൈഫ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ ക്യാമറ അടിച്ചു കൊടുക്കുന്നത് നമ്മൾ പോലീസിനൊക്കെ കംപ്ലൈന്റ് ചെയ്ത എന്റെ മുൻ ഭർത്താവ് പറയുന്ന വേറെ ഒരു അഡ്വക്കേറ്റ്, ഞാനൊരു അഡ്വക്കേറ്റാണ്, നമ്മുടെ പ്രാക്ടീസ് ചെയ്യാൻ അനുവദിച്ചിട്ടില്ല. അയാൾ നമ്മൾ കൊടുക്കുന്ന പോലീസ് സ്റ്റേഷനൊക്കെ ഇല്ലാതാക്കുക, നമ്മുടെ ബലമായ നമ്മുടെ വീട്ടിൽ പിടിച്ചുകൊണ്ട് പോവുക, നമ്മുടെ പ്രോപ്പർട്ടി ഏരിയ കള്ളത്തരത്തിൽ എഴുതി വാങ്ങിക്കാൻ ശ്രമിക്കുക, നമ്മുടെ കള്ള കല്യാണങ്ങൾ ഉണ്ടാക്കി നമ്മളെ കുളിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മുടെ പ്രോപ്പർട്ടി അയാൾക്കപ്പം ആവുമല്ലോ, എനിക്ക് കുഞ്ഞുണ്ടായ അതാണ് അയാളുടെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പം അവർക്ക് കിട്ടാതെ അവരുടെ മിസ്അപ്രോപ്രിയേറ്റ് ഉണ്ടാക്കാൻ എന്റെ സ്വത്ത് പിടിച്ചു പറിക്കണം. എന്നിട്ട് കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലായിട്ട് വീട്, അവിടെയാണ് ഈ 144 സ്ഥലവും വീടുള്ളത്. ഞാൻ ഇതിന്റെ പേര് ഇപ്പം ഡൽഹിയിലാണ് താമസിക്കുന്നത്. നമ്മൾ ഇവിടെയും താമസിച്ചിട്ടില്ല. കുറെ ആൾക്കാർക്ക് ഇല്ലാതെ നമ്മൾ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. നമ്മൾക്ക് റെന്റ് എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. നമ്മൾ രാത്രിയിലൊക്കെ അപ്ഡേറ്റ് പോവുക എന്നൊക്കെയുള്ള കഥകളുണ്ട്. അപ്പൊ നമ്മളെ എന്തോ നമുക്ക് ഇതിനെതിരെ എല്ലാം ഇപ്പം ഗണനായകരുടെ ഈ ചാനലിൽ സിംഗിൾക്കെതിരെയുള്ള കുറെ കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. അത് എനിക്ക് അങ്ങനെ ഇതാക്കണം, എനിക്ക് എന്റെ നാട്ടില് വന്ന് താമസിക്കുന്ന ആളുകളോട് നമ്മൾ പേടിച്ചിട്ടാണ് ഈ ഡൽഹിയിൽ വന്ന് താമസിക്കുന്നത്. നാട്ടുകാർ നമ്മൾ എന്നെ തെളിവുണ്ടെല്ലാം ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തത് കണ്ടുകൊണ്ട് 5 CCTV ക്യാമറയാണ് ഗുണ്ടകൾ വന്ന് അടിച്ചു കൂട്ടിച്ചത്. നമ്മളെ നിരന്തരം ഉപദ്രവിക്കുകയാണ്. ഈ എന്റെ ഒരു അനിയത്തി എന്ന് പറയുന്ന എന്തോ പലർക്കും നമുക്ക് എനിക്ക് വട്ടാണ് പറയുക. എന്നിട്ട് നമ്മളെ ഞാനാണെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യാം. ആദ്യം ഞാൻ ഒന്നും കുറെ ആൾക്കാർ നമുക്കെതിരെ ഉണ്ടാവും. നാട്ടുകാർ മുഴുവനായിട്ട് നമുക്ക് നമ്മൾ നിങ്ങളോട് പറയാനാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണ് താമസിച്ചത്. നമ്മൾ നാളെ ചൊല്ലിയ പറയാം അവർക്ക് വട്ടാണെന്ന്. ഇതൊക്കെ എവിടെ നടക്കുന്ന കാര്യമാണ്. ഇവർ പറഞ്ഞു നമുക്ക് ഈശ്വരനെ വിളിക്കാൻ പോലുള്ള സ്വാതന്ത്ര്യമില്ല. നമ്മൾ നമ്മുടെ വീട്ടിനകത്ത് നമ്മുടെ CCTV ക്യാമറയുടെ സ്ക്രീനിലാണ് ഇപ്പോൾ ഡൽഹിയിലിരിക്കുന്നത്. എന്നാൽ പോലും നമ്മളെ കൊണ്ട് അനാവശ്യ കഥകൾ ഉണ്ടാക്കുക. കുറെ ഔട്ട് സൈഡിൽ ഈ ഏത് ഫ്ലാറ്റിൽ പോയാലും നമ്മൾ ഈ ഫ്ലാറ്റിലുള്ള താമസിക്കുന്നത് വേറെ എന്തൊക്കെയാണ് താമസിക്കുന്നത്. കുറെ ക്രിമിനൽസ് നമുക്കെതിരെയുണ്ട്. അതുപോലെ നിങ്ങൾക്കറിയോ ഡയറക്ടർ എനർജി വെക്കാമെന്നൊക്കെ പറയുമ്പോൾ അറിയുന്നത് ഡയറക്ടർ എനർജി വെക്കണം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഈ ഫ്ലാറ്റിൽ പോയിസം തരിക, എങ്ങനെയെങ്കിലും നമ്മളെ കൊല്ലണം എന്നുള്ളതാണ് ഉദ്ദേശം. വളരെ എന്തെങ്കിലും എന്നോട് അനാവശ്യമില്ല പല വീഡിയോസ് എന്തെങ്കിലുണ്ട്. നമ്മൾ താമസിക്കുന്ന വീടിന്റെ ഇപ്പൊ ഫ്ലാറ്റിലാണെങ്കിൽ അതിന്റെ വീഡിയോ വന്ന് നമ്മുടെ അനാവശ്യമായിട്ട് ആളുകൾ വന്ന് നിൽക്കുക, ബഹളം വെക്കുക, ഇതിന്റെ എല്ലാം തെളിവ് എന്തെങ്കിലുണ്ട്. എല്ലാ തെളിവുണ്ട്. എന്റെ 5 CCTV ക്യാമറ അടിച്ചു കൊടുക്കുന്ന തെളിവ് വരെയുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പം പോലീസ് അറിയാലോ, പോലീസുകാരെ എന്തോ ചെയ്യുന്നതെന്നുള്ളൂ. ഒത്തിരി കിട്ടുന്നുണ്ടല്ലോ. അതുപോലെയാണ് എന്റെ വീട്ടിലൊക്കെ ഒരു വാറന്റ് പോലും ഇല്ലാതെ എന്റെ വീട്ടിനകത്ത് പോലീസുകാർ വന്ന് എന്റെ അമ്മയുടെ വന്ന് മിസ്സിംഗ് എങ്ങാണ്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് പോയപ്പോഴത്തെ വാറന്റ് പോലും ഇല്ലാതെ എന്റെ വീട് കുത്തി തുറന്ന് പോലീസുകാർ അകത്ത് കയറി. എന്നിട്ട് മറ്റൊരു എന്ത് വാറന്റ് ഇല്ലാതെ വീട്ടിൽ എന്താ അറിയാമോ ഞാൻ കയറാനുള്ളത്. അയാൾ അവിടെ തന്നെ ഇതിലെന്നായിരുന്നു അയാളുടെ പേര്. എന്റെ നാട് പുറത്തുകാരാണ്, ആലപ്പുഴ ജില്ലയില്. എന്നിട്ട് അവരെ ഇപ്പം അവിടുന്ന് സ്ഥലം മാറ്റി. പക്ഷെ നമ്മളെ നിർത്തിയില്ല. നമ്മളെ കുറെ ആൾക്കാർ നികുമാര് എന്റെ അനിയത്തി എന്ന് പറയുന്നത് എന്റെ ഭർത്താവുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. അവർക്ക് എന്നെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കി എന്റെ സ്വത്തെല്ലാം തിരിച്ചു വയ്ക്കണം എന്നുള്ളതാണ് ഉദ്ദേശം. മിസ്അപ്രോപ്രിയേഷൻ നടത്തണം എന്റെ പ്രോപ്പർട്ടി. എങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞിനും കൊടുക്കാതെ അതിനാണ് എന്റെ കുഞ്ഞിന്റെ പേര് അന്ന് മാളവിക എന്നായിരുന്നു. അതൊരു അവരുടെ സ്വത്തിന്റെ പേര് വേറെ കൊണ്ടുപോയത്. എന്നിട്ട് മലയാളത്തിൽ ഇനീഷ്യൽ ഇടത്തിലുള്ളതാണ്. ന്യൂമറോട് പ്രകാരം ഇനീഷ്യലെ മനസ്സിലുള്ളത് വന്നിട്ട് അപ്പം ഇതുപോലെ തന്നെ അവളുടെ രണ്ടാമത്തെ കൊച്ചിന്റെ പേര് പറഞ്ഞ് ന്യൂമറോട് പ്രകാരം അവളുടെ ഹസ്ബൻഡിന്റെ പേരിന് ഇനീഷ്യലാണ് വരുന്നത്. ഞാൻ ഇതൊക്കെ തുറന്ന് പറഞ്ഞപ്പോൾ ഇയാളിപ്പം കൊണ്ടുപോയി മാളവിക വിജയനാക്കി കൊച്ചിനെ പിടിച്ച് അയാൾ വെച്ചിരിക്കുകയാണ്. ഭയങ്കര ശല്യമാണല്ലോ. നമ്മൾ എവിടെ പോയാലും നമ്മളെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഒരു പ്രൊഫഷൻ പോകാൻ പറ്റില്ല. എന്തോ നമുക്കിത് നമുക്ക് റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ എന്റെ വേറെ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഞാനിടയ്ക്ക് പോകാൻ ശ്രമിച്ചു. കാറ്ററിംഗ് പോകാനൊക്കെ ഞാനിപ്പം ഡൽഹിയിൽ പോകുന്നതാണ് സത്യത്തില്. ഇത് കൂടെ കേൾക്കാൻ വേണം. എന്താണെന്നറിയോ, എന്റെ അകത്ത് ഞാൻ ഒത്തിരി ട്രൈ ചെയ്തിട്ട് ആകുമ്പോൾ എടുക്കുന്നില്ല. എന്തോ
ഒരു കാര്യം പറയാം ഞാൻ കാനഡയ്ക്ക് പോയ വർക്ക് എല്ലാം ഉണ്ടാക്കിയതാണ്. എന്നിട്ട് 2 ലക്ഷം 3 ലക്ഷം എല്ലാം പേരുണ്ട്. നമ്മൾ ചോദിച്ചിപ്പം അവന്മാർ വർക്ക് അല്ലാതെ ബസ്സുകൾ എന്റെ ആലപ്പുഴ റിപ്പോർട്ടറിന്റെ നമ്പർ എത്രയാണ്? കാരണം നിങ്ങളുടെ ചാനലിൽ ബസ് കാണുന്നത് ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നത്. അപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞാലോ, കാരണം എനിക്കും കേരളത്തിൽ ഒന്ന് താമസിക്കണമല്ലോ, പേര് ഓടിക്കാൻ താമസിക്കുക എന്നെ പോലെ സമാധാനം തട്ടില്ല. ഓക്കെ ഓക്കെ ആ ആ ബുദ്ധിമുട്ടാണ്. 967 okay. 8 I tried this number. All these numbers are right. They not existed, not existed. Hello? കിട്ടുന്നില്ല. 62596 ഞാനിത് ഗൂഗിൾ ചെയ്ത് നിങ്ങളുടെ നോക്കി നമ്പർ നിങ്ങളുടെ എല്ലാ ജില്ലയിലെയും ഇത് വന്നു. പക്ഷെ ഒന്നും ട്രൈ ചെയ്തിട്ട് എഴുതുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. ഹലോ, ഇതൊക്കെയാണ് പറയുന്നത്, എന്താണ് പറഞ്ഞത്? ഹലോ ഞാൻ ഒരു കാർഷികമായിട്ട് കണക്കാണ് നോക്കിയത്. കാർഷിക അവിടുന്ന് എന്ത് വിചാരിക്കാനെന്താണ് ഇതിന്റെ ഫോണൊന്നും ശരിയല്ല. ചില ആൾക്കാർ പല പലരും അറിയാൻ വിളിച്ചിട്ട് അങ്ങനെ പല രീതിയിൽ പലതും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണെന്ന് എനിക്കറിയാം നിങ്ങൾ റിപ്പോർട്ട് കാണുമോ, ഞാനിത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് പുറത്തു വരുമെന്നുള്ളത് എനിക്കൊന്ന് കണക്ട് ചെയ്യിപ്പിക്കാതിരിക്കുന്നതാണോ എനിക്കറിയില്ല. പക്ഷെ ഞാൻ ട്രൈ ചെയ്തു. കാരണം ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ നിങ്ങളുടെ കാസർഗോഡ് മുതൽ കാരണം വരണം നമ്പർ കിട്ടി. ഞാനത് ട്രൈ ചെയ്തിട്ടൊന്നും ഇടാറില്ല. ഹലോ, എന്താണ് പറഞ്ഞത്? എന്താണ് പറയുന്നത്? ഞാനിപ്പോ നിങ്ങളുടെ ന്യൂസ് കേൾക്കുവാണ്. കുറെ നാളുകൂടി ഇപ്പം കേൾക്കുന്നതുകൊണ്ടാണ് ഞാൻ എന്റെ കാര്യം പറഞ്ഞു നോക്കാൻ. കാരണം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ക്യാമറ പൊട്ടിക്കുന്നത് പോലീസൊക്കെ അറിയുന്നതായിട്ടുള്ള നാട്ടുകാരോ ആളുകൾ അറിയാതെ നിങ്ങൾ എങ്ങനെയാ കേരളത്തിൽ സുരക്ഷിതരാണ് അറിയുള്ളത്? ഹലോ 24 Okay.